ഹലോ. ഞാൻ ഇന്ന് ഒരു ഈസി ആയിട്ട് നമ്മളൊരു കല്യാണത്തിന്റെ ഗസ്റ്റ് മേക്കപ്പ് എല്ലാം നമുക്ക് ചെയ്യാവുന്ന ഒരു ഐ മേക്കപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ദേ ഇത് കാണുന്നുണ്ടാവും. ഞാൻ ഈ ഒരു സൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. ഇതൊരു സ്മോക്കി എഫക്റ്റും കിട്ടും. അതേസമയം നമുക്കൊരു ബ്രൈഡിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇല്ല, നമുക്ക് സ്വയം നമുക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐ മേക്കപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എന്നിട്ട് നമ്മുടെ ഈ ഇന്നർ സോക്കറ്റ് ഉണ്ടല്ലോ, ദേ ഈ ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ വേണം നമ്മൾ ആദ്യം അത് പ്ലേസ് ചെയ്യാൻ. അപ്പൊ ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുന്നു. ഇത് ഞാൻ ഇങ്ങനെ നേരിട്ട് മിററിൽ നോക്കുമ്പോൾ ജസ്റ്റ് നടുവിൽ ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ നന്നായിട്ട് പുഷ് ചെയ്ത് അതിനെ ഉള്ളിലേക്ക് എടുക്കുവാണ്. എന്നിട്ട് ഒരു ഫ്ലഫി ബ്രഷ് ആണിത്. ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും സ്മഡ്ജ് ചെയ്ത് വരാം. അതായത് നമ്മളൊരു ലൈൻ അവിടെ വരച്ചിട്ടുണ്ട് എന്ന് തോന്നാത്ത രീതിക്ക് ഞാൻ അത് എല്ലായിടത്തും എത്തിക്കുക. ഐ മേക്കപ്പിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഐബ്രോസിന്റെ ഈ അറ്റം വരെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഈ ഷാഡോസ് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഐബ്രോയും കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടൂല. ആ ഒരു സ്പേസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഞാനിപ്പോ വെറും സാധാ ഒരു ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റർ ബ്രൗൺ ഷെയ്ഡുമാണ് ഞാനിപ്പോ ഫസ്റ്റ് ബേസിന്റെ മേളിലായിട്ട് സോക്കറ്റിൽ കൊടുത്തേക്കുന്നത്. അടുത്തത് ഞാൻ വന്നിട്ട് ഒരു എന്താ പറയണ, നേരത്തെ ഞാൻ ഉപയോഗിച്ച മാറ്റ് ആണെങ്കിൽ ഇതിൽ ചെറിയ ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് വന്നിട്ട് മിഡിലിൽ ഓൾ ഓവർ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ അതിന് ഞാനിപ്പോ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ബ്രഷ് ആണ്. ഇതിപ്പം നിങ്ങളുടെ ഏത് കളർ ഷെയ്ഡ്, ഏത് ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ഇതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോ ഇതൊരു യൂണിവേഴ്സൽ കളറായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പിങ്ക് ഷാഡോയിലേക്ക് പോയിരിക്കുന്നത്. ബ്രഷ് ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ ഈസി ആയിരിക്കും. കണ്ടു, ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാനൊരു ബ്രൗൺ പെൻസിൽ എടുത്തേക്കാണ്. ബ്രൗൺ ഐ പെൻസിലാണ്, ബ്രൗൺ ആണ്. അത് ജസ്റ്റ് ഞാൻ മിഡിലിൽ നിന്ന് എൻഡ് വരെ, കറക്റ്റ് ലൈൻ ഒന്നും അല്ല, പക്ഷെ എന്നാലും ഒരു ചെറിയ ഒരു ഷാഡോ ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഇനി അതിന്റെ മേളില് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത അതേ ഷിമ്മർ, അതായത് പിങ്ക് കളറിലെ ഒരു ഷിമ്മർ ഞാൻ അപ്ലൈ ചെയ്തല്ലോ, അത് വെച്ചിട്ട് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ദേ കണ്ടില്ലേ, ഒരു സ്മോക്കി എഫക്റ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലെ. അതായത് നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ഷാഡോ കൊടുത്തിട്ടേ ഉള്ളൂ, പക്ഷെ അത് പെട്ടെന്ന് അറിയൂ, നമ്മളിങ്ങനെ വരച്ചു വെച്ചതുപോലെ അറിയൂല. ഇനി അടുത്തത് ഞാനൊരു ജെൽ ലൈനർ എടുക്കുക. അപ്പൊ അത് ഇതുമാതിരി ഒരു കുട്ടി ബ്രഷ് ആയിരുന്ന കുറച്ചുകൂടെ നല്ല കുഞ്ഞായിട്ടുള്ള ഒരു കുട്ടി ബ്രഷ് ആയാൽ നല്ലതായിരിക്കും. അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് ഞാൻ ഇവിടെ തന്നെ, അതായത് എൻ്റെ കയ്യിൽ തന്നെ അത് ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും എത്തിക്കുവാണ്. കാരണം നമ്മൾ ഡിപ്പ് ചെയ്ത ഉടനെ തന്നെ വയ്ക്കുവാണെങ്കിൽ അത് അതിന്റെ ഇന്റൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഒരു പാലറ്റിൽ അല്ലെങ്കിൽ കയ്യിൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് ഈവൻ ആക്കിയിട്ട് ഇവിടെ ഒരു വിങ് കൊടുക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ചെറിയൊരു വിങ്. അതേമാതിരി ഇന്നർ കോർണറിൽ ഒരു ചെറിയ വി വി മാതിരി. അതെ, എൻഡിലും ഞാൻ ഒരു വിങ് കൊടുത്തു.
ഇന്നർ കോർണറിൽ. എന്താന്ന് വെച്ചാൽ അപ്പൊ കണ്ണ് കുറച്ചുകൂടെ ഒരു നീളമുള്ള ആൽമണ്ട് ഐസ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ എപ്പോഴും സാധാ ചെയ്യുന്ന എന്താണ്, കണ്ണിന്റെ അകത്തേക്ക് നമ്മൾ ബ്ലാക്ക് പെൻസിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ എന്താ പറയണ്ട ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ജെല്ല് നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ ഞാനിപ്പോ ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ കണ്ണ് കുറച്ചുകൂടെ ഒന്ന് വിടർന്നതായിട്ട് നിൽക്കും. ഇപ്പൊ കറുത്ത കളർ തന്നെയാണ് നമ്മൾ ഇന്നർ കോർണേഴ്സ് ഫുൾ, അതായത് ബ്ലാക്ക് കളറാണ് നമ്മൾ ഫുൾ ചെയ്യുന്നെങ്കിൽ കണ്ണ് കുറച്ചുകൂടെ കുട്ടിയായിട്ട് തോന്നും. പക്ഷെ ഇതാവുമ്പോൾ കുറച്ചുകൂടെ കണ്ണ് തുറന്നത് മാതിരി ഇരിക്കും. അപ്പൊ എനിക്കൊക്കെ എപ്പോഴും ഈ വാട്ടർ ലൈനിൽ ഒരു വാട്ടർ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആദ്യം ഒരു ക്യൂടിപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ആ വെള്ളം, അതായത് വാട്ടറി ആയിട്ടിരിക്കുന്ന ആ ഒരു ലിഡിനെ നമുക്കൊന്ന് വൈപ്പ് ചെയ്യാം. ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ കാജലാകട്ടെ പെൻസിലാകട്ടെ അത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പെട്ടെന്ന് ചിലർക്ക് അതിങ്ങനെ വെളിയിൽ പോകുന്നതായിട്ട് കാണാറില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ക്യൂടിപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ ഡ്രൈ ആക്കി. എന്നിട്ട് ഇതൊരു വൈറ്റ് കാജലാണ്. അത് ഞാൻ മിഡിൽ ഏരിയ വരെ കൊണ്ടുവരുന്നുള്ളൂ, ഈ എൻഡ് വരെ കൊണ്ടുവരണ്ട. എൻഡ് വരെ കൊണ്ടുവരുമ്പം ഒരു എന്താ പറയണ്ട, ഒരു ഭയങ്കര ഭീകര ലുക്കൊക്കെ തോന്നും. അപ്പൊ നമുക്ക് മിഡിൽ വരെ കൊണ്ടുവരാം. ഇപ്പൊ കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നുന്നില്ലേ? ഇനി അടിഭാഗത്തേക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ബ്രൗൺ ഷാഡോസ് ഉണ്ടല്ലോ, അത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് നമുക്ക് ചെയ്യാവുന്ന അടുത്ത ഒരു ഇത് എന്താന്ന് വെച്ചാൽ ഈ മേളിലത്തെ ആ ഒരു പോർഷൻ, അതായത് ഞാൻ ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. ഐബ്രോയുടെ നടുവിലായിട്ട് ഞാനൊരു ലൈറ്റർ ഷിമ്മർ കൊടുത്തേക്കുവാണ്. ഈ ഷിമ്മർ കൊടുക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതെന്താന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കൊടുക്കും, അത് വേണ്ട. ഈ നടുവിലൊന്ന് കൊടുക്കുക, കൊടുത്തിട്ട് അതില് ബ്ലഷിൽ എന്ത് ബാക്കിയുണ്ടോ അത് ഫ്രണ്ടും ബാക്കിലേക്കും മാറ്റുക. ഒത്തിരി നമ്മളിങ്ങനെ താഴെ വരെ ആ ഒരു കളർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ ഫേസ് വന്ന് ലാഗ് ചെയ്തതുപോലെ തോന്നും, അല്ലെങ്കിൽ താഴോട്ട് പോയതുപോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ട് മേളിലേക്കും താഴേക്കും ഒരു ലൈറ്റ് ആയിട്ട് സ്ട്രോക്സ് കൊടുക്കുക. അതേ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇന്നർ കോർണേഴ്സ്. ഇത്രയേ ഉള്ളൂ. ഐ മേക്കപ്പ് വളരെ ഈസി അല്ലേ? അപ്പൊ ഇത് ഒരു ബിഗിനേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ബ്രൈഡിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഐ മേക്കപ്പ് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ കുറെ ഐഡിയാസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.